അപ്പൊ നമുക്ക് ഫോർമുലാസിൽ ഇത്രയും ഫംഗ്ഷൻ ലൈബ്രറി ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുന്നത് ഇൻസേർട്ട് ഫംഗ്ഷൻ ആണ്. ഇൻസൈഡ് ഫംഗ്ഷൻ ഓട്ടോ സം. അപ്പൊ ഇൻസൈഡ് ഫംഗ്ഷൻ എന്താണ് നോക്കൂ. എഡിറ്റ് ദി ഫോർമുല ഇൻ ദി കറന്റ് സെൽ ബൈ ചൂസിങ് ഫംഗ്ഷൻ ആൻഡ് എഡിറ്റിംഗ് ദി ആർഗ്യുമെന്റ്സ്. ഉണ്ടോ? ഇവിടെ കുറെ ഇൻസേർട്ട്, അതായത് നമ്മൾ സെല്ലിൽ ഇഷ്ടം പോലെ ഫംഗ്ഷനുകൾ ഇൻസേർട്ട് ചെയ്യാം. പവർ വേണോ, പ്രൊഡക്റ്റ് വേണോ, ഏതാണോ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് അതൊക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ടുഡേ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനാണ് ഞാൻ കൊടുത്തത്. അപ്പൊ നോക്കൂ, ടുഡേ എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരിക? ടുഡേ എന്താണ്? ഡേറ്റ് ആണ്. നിങ്ങൾ ആലോചിക്കുക, ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഇന്ന് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ഡേറ്റ് ആണ്. അവിടെ എന്താ വരിക? ഡേറ്റ് ആണ്. ടുഡേ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഡേറ്റ്. ഞാൻ അവിടെ ടുഡേ ആണ് സെലക്ട് ചെയ്തത്. ഈക്വൽ ടു ഇട്ടിട്ടാണ്, ഈക്വൽ ടു ടുഡേ. ഇനി ഞാൻ അവിടെ നൗ സെലക്ട് ചെയ്യാൻ പോവാണ്. നൗ കണ്ടോ? നൗ സെലക്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? എന്റെ സിസ്റ്റം അനുസരിച്ചുള്ള ഇന്നത്തെ ഡേറ്റ് അടക്കം വന്നു. അതായത് ടൈം അടക്കം വന്നു. 20:15, 8:15 അപ്പൊ 20:15 എന്നുള്ള ആ ഒരു ഡേറ്റും ടൈം അടക്കമാണ് അവിടെ വന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാണുന്നില്ലേ? ഞാൻ വീണ്ടും ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു സെല്ല് ഞാൻ സെലക്ട് ചെയ്തു. നമ്മൾ ഫംഗ്ഷൻ എടുക്കുമ്പോൾ ഓൾറെഡി അവിടെ ഈക്വൽ ടു വരും. കാരണം നമ്മൾ എന്ത് ഫംഗ്ഷൻ ചെയ്യുമ്പോഴും സ്റ്റാർട്ടഡ് വിത്ത് എന്താണ് ഈക്വൽ ടു ആണ് അല്ലെ. എന്ത് സം കാണാനാണെങ്കിലും പ്രൊഡക്റ്റ് കാണാനാണെങ്കിലും അങ്ങനെയൊക്കെ എല്ലാ ഇക്വേഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ ടു ആണ്. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി എഴുതിയെടുക്കുക. എന്നിട്ട് ടുഡേ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മളോട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടുഡേ എന്ന് പറഞ്ഞാൽ കറന്റ് ഡേറ്റ് ആണ്. ഞാനിപ്പോൾ ഇവിടെ ഇൻസേർട്ട് ഫംഗ്ഷൻ കൊടുത്തു, ടുഡേ എന്നുള്ള സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. Return the current date formatted as a date. This function takes no argument. Formula result അതായത് ഈക്വൽ ടു ഇട്ടിട്ട് വരും. ടുഡേ അവിടെ വന്നു. ഇനി ഓക്കെ കൊടുക്കുകയാണ്. നമുക്ക് ആ ഒരു ഫംഗ്ഷൻ കാണാൻ. ഇതാ, അപ്പൊ അവിടെ ഡേറ്റ് വന്നു 29/4/2025. ആ ഒരു ഡേറ്റിന്റെ ഫോർമാറ്റിന്റെ ആണ് കിടക്കുന്നത്. ഇനി നമുക്കത് വേണ്ട. നമ്മൾ അവിടെ എന്താ നമുക്ക് കാണേണ്ടത്? ഞാൻ ഏതാ പറഞ്ഞ? ഇനി നമ്മൾ ഡേറ്റ് കാണിച്ചു. നമുക്ക് നൗ നോക്കണം അല്ലെ. നൗ ഇട്ടു. കണ്ടോ? നൗ ഇട്ടു. നൗ കണ്ടോ? ഇത് നോക്കൂ. സമയം വന്ന് കണ്ടില്ലേ? സമയം കാണുന്നില്ലേ? 20:16. അപ്പൊ ടുഡേ എന്ന് പറഞ്ഞാൽ കറന്റ് ഡേറ്റും നൗ എന്ന് പറഞ്ഞാൽ കറന്റ് ടൈമും ആണ്. നൗ അല്ലെ. നമ്മൾ എപ്പോഴാ നൗ എന്ന് പറയാം? ഇപ്പോ എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ ദിവസമല്ലല്ലോ. ഇപ്പോ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടൈമിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഓർത്തു വെക്കാം. ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡേറ്റ് അല്ലേ. നൗ എന്ന് പറയുമ്പോൾ അത് കറന്റ് ടൈമിനെ സൂചിപ്പിക്കുന്നു. അതൊന്ന് എന്താ പറയാ, കണക്ട് ചെയ്ത് ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പൊ നമ്മുടെ ഇതിൽ ഫംഗ്ഷൻ സെലക്ട് ചെയ്തിട്ടല്ലേ ഇപ്പൊ ഇത് വന്നത്? നമുക്ക് ടൈപ്പ് ചെയ്താൽ അങ്ങനെ വരാൻ പറ്റുമോ? ഫംഗ്ഷൻ സെലക്ട് ചെയ്യാണ്ട് ഇപ്പൊ ഈക്വൽ ടു ചിലപ്പോ നമ്മൾ അതിനൊരു ഷോർട്ട് കട്ട് കീ ഉണ്ട്. നമ്മൾ പറയുന്നത് നൗ ആൻഡ് ടൈമിനൊക്കെ ഷോർട്ട് കട്ട് കീ ഉണ്ട്. അതല്ലാതെ നമുക്കിപ്പോ പറഞ്ഞ പോലെ ഈ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യാതെ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോമില് നോക്കൂ, ഇവിടെ കസ്റ്റം എന്ന് പറഞ്ഞ് കിടക്കണുണ്ടോ? കസ്റ്റം അതായത് നമ്പർ ഫോർമാറ്റ് ആണ്. അത് നമ്പർ ഫോർമാറ്റ്. ആ ഒരു ടൈമിൽ നമുക്ക് ചിലപ്പോൾ അത് അവിടെ ഒരു പെർസെന്റേജ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ചെയ്താലും ആ ഒരു ഫോമിൽ നിന്ന് മാറില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏതെങ്കിലും ഒന്ന് മാറ്റി കൊടുക്കും. അതുമല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം, ഒരു മിനിറ്റ്, സ്ലോ ആണ്, വരുന്നില്ലല്ലോ. വരുന്നുണ്ട്. ഇങ്ങനെ നോക്ക്. ഇവിടെ കണ്ടോ? ഇവിടെ കസ്റ്റം ആണ്. അപ്പൊ നമ്മൾ ഇവിടെ അങ്ങനെ ആവുമ്പോ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അടിക്കുന്ന ആ ഒരു ഫോർമാറ്റിൽ തന്നെ വരും. ഇപ്പൊ ഞാൻ ടെക്സ്റ്റ് ആക്കിയപ്പോൾ ടെക്സ്റ്റ് വന്നാണ് കേട്ടോ. കാരണം ആ ഒരു ഫംഗ്ഷൻ അവിടെ നിന്ന് പോയി, അതുകൊണ്ടാണ് അവിടെ ടെക്സ്റ്റ് വന്നത്. അങ്ങനെ വരും. ഓക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ ഫോർമുലാസിൽ നിന്ന് എടുക്കാം. അല്ലെങ്കിൽ അതിന് ഷോർട്ട് കട്ട് കീ ഉണ്ട്. ഇവിടെ Shift+F3 കൊടുത്തു കഴിഞ്ഞാൽ ഷോർട്ട് കട്ട് കീ ഉണ്ടെന്ന് പറയുന്നുണ്ട്.
അത് ഈ ഒരു ഷോർട്ട് കട്ട് കീ ആണ്. അതല്ലാതെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഷോർട്ട് കട്ട് കീസിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പൊ ഇൻസേർട്ട് ഫംഗ്ഷൻ അത്രേ ഉള്ളൂ. അപ്പൊ ഇൻസേർട്ട് ഫംഗ്ഷൻ എന്ന് എഴുതി വെച്ചതിന് ശേഷം അവിടെ എന്തൊക്കെ ഫംഗ്ഷനുകൾ ഉണ്ടെന്നുള്ളത് കുറച്ച് എക്സാമ്പിൾ, നൗ, ടുഡേ, പവർ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ. പ്രൊഡക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഡേറ്റ്, ഓർ, ട്രാൻസ്പോസ്, ഇതിനെ കുറിച്ചുള്ള നോട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. അപ്പൊ അത് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇത്രയാണ് ഫംഗ്ഷൻ. ഇനി ഓട്ടോസം അറിയാം. ക്ലിക്ക് ഹിയർ ടു ഡിസ്പ്ലേ ദ റിസൾട്ട് ഓഫ് എ സിമ്പിൾ കാൽക്കുലേഷൻ സച്ച് ആസ് ആവറേജ് ഓഫ് മാക്സിമം വാല്യൂ. ഇതാണ് സമ്മ്, ആവറേജ്, കൗണ്ട്, നമ്പർ, മാക്സിമം, മിനിമം. നമ്മൾ ആ ഒരു ഹോമിൽ പഠിച്ചിട്ടുള്ള അതേ ഫോമുകൾ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അത്രയേ ഉള്ളൂ. ഓട്ടോസം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. പിന്നെ റീസെന്റ് യൂസ്ഡ്, നമ്മൾ എന്തൊക്കെയാണ് റീസെന്റ് യൂസ് ചെയ്തത്, നമ്മളിപ്പോൾ ഇതിൽ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു തരും. പിന്നെയുള്ളത് ഫിനാൻഷ്യൽ, ലോജിക്കൽ, ടെക്സ്റ്റ്, ഡേറ്റ് ആൻഡ് ടൈം, ലുക്കപ്പ് ആൻഡ് റെഫറൻസ്, മാത്സ് ആൻഡ് ട്രിഗണോമെട്രി. ഇത്രയും ഫംഗ്ഷനുകളാണ് ബാക്കി നമുക്ക് വരുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ് കേട്ടോ, ഇവിടെ കറണ്ട് പോയി, ആരും പോവല്ലേ.